ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഡിന്നറിൻ്റെ ചപ്പാത്തിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഇറച്ചി, മീൻ, മുട്ട ഒന്നും ഇല്ലാതെ നല്ല വെജിറ്റബിളായിട്ട് കറി മസാല ആയിട്ട് നമ്മൾ എങ്ങനെ തയ്യാറാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിക്കോ, സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യണം. ഇവിടെ ഞാൻ വെറും 6-7 ഞാനിവിടെ ചെമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് ഇതൊക്കെ ഇതിലത്തെ എന്താ പറയുക മഞ്ഞ ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിൽ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് നമ്മൾക്ക് എത്ര വെള്ളം വേണം, നമ്മൾക്ക് ഈ ചെമ്പല്ലേ വെള്ളത്തിൽ ഫുള്ളായിട്ട് ഡിപ്പാവണം. അപ്പോൾ എത്ര വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 2 വിസൽ അല്ലെങ്കിൽ 3 വിസലാവുന്ന വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വെണ്ടയ്ക്ക മസാല പിന്നെ ചെമ്പ് ഫ്രൈയാണ് നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെ, പൂരിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ ഇതൊക്കെ അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. ഇനി 2 വെല്ലുള്ളിക്ക് ഞാനിപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഈ സ്ലൈസ് നമ്മൾക്ക് ഇവിടെ മാറ്റി വെക്കണം കേട്ടോ. ഇനി നടുവത്തിൽ ഭാഗം ഉണ്ടല്ലേ, ഈ നടുവത്തിൽ നമ്മൾ ഇനി ഇതിലേക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ മേലത്തെ നമ്മൾക്ക് ഓരോ ലെയറായിട്ട് നമ്മൾക്ക് ഒന്ന് പരക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ഈ നടുവത്തെ ഉള്ളിത്തെ കട്ടയായിട്ട് ഭാഗം ഉണ്ടാവില്ലേ, അത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ ഇതേപോലത്തെ ഞാൻ ഒരു ബൈറ്റിൻ്റെ അളവത്തിൽ ഞാനിവിടെ വെണ്ടയ്ക്ക് ഇതേപോലത്തെ കഴുകിയിട്ട് നന്നായി ഒരു തുണിക്ക് നന്നായിട്ട് തുടച്ച് ശേഷം ഇതെടുത്ത് ഇതേപോലത്തെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെല്ലുള്ളിൻ്റെ പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇതേപോലത്തെ നമുക്ക് വലിയ തക്കാളി എടുത്തിട്ട് ഇതേപോലത്തെ നമുക്ക് വെല്ലുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതേപോലത്തെ നമുക്ക് തക്കാളിൻ്റെ കൂടെ പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇതിലേക്ക് അളവത്തിൽ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ഓയിൽ നന്നായി ചൂടായിട്ട് നമ്മുടെ ഇതിലേക്ക് വെണ്ടയ്ക്ക് ചേർത്തിട്ട് ഇതിലേക്ക് വെണ്ടയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇവിടുത്തെ നിന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കൈ വിടാത്ത ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ഒട്ടന ഒരു ഇതുണ്ടാവില്ലേ, ഒരു ഗ്ലേസ് ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് ഒന്ന് മാറി കിട്ടുന്ന വരെ നമ്മൾക്കൊന്ന് വെണ്ടയ്ക്ക് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇതാ വെണ്ടയ്ക്ക് ഇവിടെ നന്നായിട്ട് ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാ വെണ്ടയ്ക്ക സെപ്പറേറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ട് അതേ സെയിം ചട്ടിക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ഇനി നമുക്ക് നേരത്തെ ഈ ലെയറാക്കി വെച്ചിട്ടുണ്ടല്ലേ, ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലേ, നമുക്ക് ലെയറൊക്കെ എല്ലാം തനിയെ ആക്കി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഇതിൽ നമുക്ക് ഈ പർവ്വതമാകുമ്പോഴേക്ക് നമുക്ക് വെല്ലുള്ളി ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് 2 മിനിറ്റ് മതിയിട്ടാണ് നമുക്ക് അത്രയും നമ്മൾ കഴിക്കാം. ഓവർ കുക്ക് ഇതൊന്നും ചെയ്യേണ്ട, നമ്മൾ കടിക്കുമ്പോൾ ഒരു ബൈറ്റ് വേണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും പിന്നെ 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇതിലേക്ക് പച്ചമുളകും, ഇഞ്ചി പിന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഇപ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ അതൊക്കെ മനമൊക്കെ മാറി ശേഷം ഇതിലേക്ക് വെല്ലുള്ളിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി വെല്ലുള്ളിൻ്റെ നന്നായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിൽ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പൊടി മസാല, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണായിട്ട് നല്ല എരിവായിട്ട് മുളക് പൊടി, പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇനി ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണായിട്ട് ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നന്നായിട്ട് പൊടി മസാല ഇതൊക്കെ നല്ല ഈ പൊടി മസാലേൻ്റെ പച്ചമന ഇതൊക്കെ മാറി ശേഷം ഇതിലേക്ക് ഇനി നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ശേഷം ഞാൻ മാഗി പൊടി എനിക്ക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ, മാഗി മസാല. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ മാഗി മസാല ഇല്ലെങ്കിൽ ഇത് ഓപ്ഷണലാണ്. ഇന്ത്യക്ക് ഇതിലേക്ക് ചേർത്താൽ മതിയാവും, അല്ലെങ്കിൽ ഒരു മാഗി ക്യൂബ് ചേർത്താൽ മതിയാവും. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ഓപ്ഷണലാണ്, സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്ക് ചേർത്താൽ മതി, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ വലിയൊരു തക്കാളി മിക്സിയിൽ പേസ്റ്റാക്കി വെച്ചാൽ അത് ചേർത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് നമ്മൾക്ക് വെന്ത് വന്ന ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണായിട്ട് ആംചൂർ പൗഡർ, ഉണങ്ങി മാങ്ങൻ്റെ പൊടിയല്ലേ, അത് ചേർത്തിട്ടുണ്ട്.
പിന്നെ ഉപ്പ് ആവശ്യത്തിൽ, പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അളവത്തിൽ ഞാൻ ഇതിലേക്ക് ഗരം മസാല പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ജീരക പൊടി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിലേക്ക് ഒരു 2 മിനിറ്റ് നന്നായി തളിച്ച ശേഷം ഇതിലേക്ക് നല്ല ഒരു ബോയിൽ വരുന്നുണ്ടല്ലേ, അപ്പം ഒരു തള വരുന്നുണ്ടല്ലേ, അത് ശേഷം നമുക്ക് 2 മിനിറ്റ് വെന്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഒരു നീളത്തിൽ ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലേക്ക് വെണ്ടയ്ക്ക നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചാൽ ഈ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെണ്ടയ്ക്ക ചേർത്തിട്ട് ഇനി ഞാൻ ഇതിലേക്ക് പിന്നെ ഒരു 1/2 കപ്പ് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരുപാട് എന്താ പറയുക തിന്നില്ല, ഒരുപാട് കട്ടില്ല, ഒരു പാകത്തിൽ ഞാൻ ഇതിലേക്ക് കറിയിപ്പ് തയ്യാറാക്കി എടുത്ത് ഇനി നമുക്ക് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് ലീഡ് കവറാക്കിയിട്ട് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതാ ഇവിടെ 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് ഇതേപോലത്തെ ഒന്ന് നമ്മൾക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച കാരണം പകുതിൻ്റെ മേലെ നമുക്ക് വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ വെല്ലുള്ളി ഫ്രൈ ആക്കി വെച്ചല്ലേ ആ വെല്ലുള്ളി ഇതിലേക്ക് ചേർത്തിട്ട് ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് കുറേ നേരം ഇതിലേക്ക് ഉള്ളിൽ മിക്സാക്കിയിട്ട് വേവിക്കാൻ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബൂരിൻ്റെ കൂടെ ഇതൊക്കെ കളിക്കാൻ അവിടെ വെണ്ടയ്ക്ക മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെമ്പ് ഫ്രൈ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ഇതിലേക്ക് ഫസ്റ്റ് 1 ടീസ്പൂണായിട്ട് ഹോമം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഹോമം മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കേട്ടോ ഇതിലത്തെ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് ജീരകവും പിന്നെ ഒരു ജസ്റ്റ് സ്പിഞ്ചായിട്ട് നമുക്കൊരു 1/4 സ്പൂണായിട്ട് നമ്മൾക്ക് കായപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണായിട്ട് മുളക് പൊടി, പിന്നെ 2 ടീസ്പൂണായിട്ട് മല്ലിപ്പൊടിയും, പിന്നെ 1 ടീസ്പൂണായിട്ട് ആംചൂർ പൗഡർ മാങ്ങപ്പൊടി, പിന്നെ ആവശ്യത്തിൽ ഉപ്പും, പിന്നെ ഞാനിവിടെ ജീരകവും പിന്നെ ഹോമം ചേർത്തിയല്ലേ അതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ആക്കി വെച്ചത്, പിന്നെ ഇതിലേക്ക് പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ ഈ പൊടി മസാല നന്നായിട്ട് നമ്മൾക്ക് ഒന്ന് കുറച്ച് നേരം നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിക്കിട്ടിന് വേറെ നമ്മൾക്ക് ഫ്രൈ ആക്കി എടുത്ത ശേഷം നമ്മൾക്ക് ഈ ചെമ്പല്ലേ അപ്പോൾ ഞാൻ നീളത്തിൽ ഇതേപോലത്തെ സ്ലൈസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചെമ്പ് നന്നായിട്ട് നമ്മൾക്ക് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മസാല നന്നായി കോട്ടാക്കിയിട്ട് ഇതേപോലത്തെ നമുക്ക് നന്നായി ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് നിർബന്ധമില്ല നിങ്ങളുടെ ചപ്പാത്തിൻ്റെ കൂടെ ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് 1 ടീസ്പൂൺ ഓയിൽ ഇതാക്കി ചേർത്തിട്ട് ഈ ഇഞ്ചി ഇതേപോലത്തെ ഞാൻ ഗ്രേറ്റ് ആക്കി വെച്ച് തന്നെ. പക്ഷേ എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതിലെ കാര്യത്തിൽ ഞാൻ മറന്നു പോയതാണ് അത് ചേർക്കാൻ. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇനി കുറച്ച് മല്ലിയില ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ ബൂരിൻ്റെ കൂടെ അങ്ങനെ കളിക്കാൻ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ചോറ് കളിക്കുമല്ലേ, അപ്പോൾ ചോറിൻ്റെ കൂടെ ഇതേപോലത്തെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കി എടുത്തില്ലേ അതേപോലത്തെ നമുക്ക് ചെമ്പ് ഇതേപോലത്തെ മസാല ആയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. വളരെ ടേസ്റ്റി തന്നെ നല്ല എളുപ്പത്തിൽ നമ്മുടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി എണ്ണ ഇല്ലാത്ത ചപ്പാത്തി ലെയറായിട്ട് മടക്ക് ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കി എടുക്കുക വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഞാൻ എല്ലാ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് വാച്ചാക്കിയാൽ മതി. വളരെ സിമ്പിൾ മെത്തഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓളിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ തൊട്ടവിടെ ഓളിൽ ക്ലിക്ക് ചെയ്താൽ മതി, ബെല്ലിൽ ക്ലിക്ക് ആക്കിയാൽ മതി. അപ്പോൾ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ ഇതാണ് ഡിന്നർ റെസിപ്പി. നമുക്ക് ഇറച്ചി മീൻ ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ സിമ്പിളായിട്ട് പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഒരു ഡിന്നർ റെസിപ്പി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ. ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ലൈക്ക് കൊടുക്കണം. ഇനി അടുത്ത വീഡിയോക്ക് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.